അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ പെങ്ങളെ. അല്ലാഹുവിനെ ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കൂ. ആ പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവരെ, എല്ലാവരും ഉസ്താദന്മാരെ കാണുമ്പോ പറയാറുണ്ട്, ഉസ്താദേ ദുആ ചെയ്യണം നല്ല മരണം കിട്ടാൻ. എല്ലാരും പറയുന്ന ഒരു വാചകമാണ്, ഉസ്താദേ നല്ല മരണം കിട്ടാ ദുആ ചെയ്യട്, ആഖിറത്ത് നന്നാകാ ദുആ ചെയ്യട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാ. എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ ഈമാനുള്ള മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നല്ല മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. നല്ല മരണത്തിന്റെ അടയാളം എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് മരിക്കണം. അങ്ങനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം. മരണപ്പെട്ട ഉടനെ നെറ്റിത്തടം വിയർക്കണം. മൂക്കിന്റെ ദ്വാരം വികസിക്കണം. മുഖത്ത് പ്രകാശമുണ്ടാകണം. ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം. ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണമെന്ന് പറയുന്നത്. ഇതാണ് നല്ല മരണത്തിന്റെ അടയാളം. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ഈ മരണം കിട്ടാൻ വേണ്ടി ആ ഉസ്താദെ ദുആ ചെയ്യണം, തങ്ങളെ ദുആ ചെയ്യണമെന്ന് ഞാനും പറയുന്നത്, നിങ്ങളും പറയുന്നത്. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നമുക്ക് അർഹതയുണ്ടോ? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു മരണം കിട്ടാൻ എനിക്കോ നിങ്ങൾക്കോ യോഗ്യതയുണ്ടോ? അതിന് താടിയും തഴമ്പൊന്നും വേണമെന്നില്ല. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ഈ വ്യാഴാഴ്ച എന്റെ ഉമ്മയുടെ സഹോദരൻ പാലക്കാടാണ്. വലിയ ആലിമോ വലിയ ആളൊന്നുമല്ല, പക്ഷെ 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. ഒരു പാവപ്പെട്ട മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടെ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കണ്ടിട്ട്, എന്റെ മാമയ, എന്റെ ഉമ്മയുടെ സഹോദരനാ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ ജനാസ കണ്ടിട്ട് ഒരു ഉമ്മ ചെറിയൊരു നെഞ്ചുവേദനയുണ്ട്, മയ്യത്ത് കണ്ടിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് പോയ. നിങ്ങളുടെ ഉമ്മയുടെ സഹോദരന്റെ ജനാസ കണ്ടിട്ട് അവർക്ക് ചെറിയൊരു നെഞ്ചുവേദനയുള്ളത് കാരണം 12 മക്കളെ പ്രസവിച്ചൊരു ഉമ്മയാ. ആ ഉമ്മ ഈ മയ്യത്ത് കണ്ടിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് പോണ വഴി അവരും മരണപ്പെട്ടു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാത്രി 2 മരണം. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ജനാസ ഖബറടക്കി. 2 മരണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത്. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ബക്കറ്റുണ്ടോ? കഴിഞ്ഞ ബക്കറ്റ് ബക്കറ്റ് കഴിഞ്ഞ എനിക്ക് പോണോ? ഇപ്പൊ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയാൽ മാത്രം പോരല്ലോ. എനിക്കെന്തായാലും അൽഹംദുലില്ലാഹ് കയ്യിലിരിക്കുന്ന ഒരു സദക്ക എടുത്തിട്ട് പടച്ചവനോട് പറ, ഇതിന്റെ പ്രതിഫലം മരിക്കുമ്പോ കാണിച്ചു തന്നാ മതി പടച്ചവനെ, ഇപ്പൊ ഒന്നും വേണ്ട. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ നിങ്ങൾ അള്ളാനോട് പറയണം, എനിക്കിത് ഇപ്പൊ ഒന്നും വേണ്ട, ഈ കൊടുക്കുന്ന പൈസയുടെ പ്രതിഫലം ഇപ്പൊ വേണ്ട. പടച്ചവനെ മരിക്കണ സമയത്ത് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് വരുമ്പോ ഇതിന്റെ പ്രതിഫലം നീ എനിക്ക് കാണിച്ചു തരണം. അള്ളാഹുവേ, എനിക്കൊരു നല്ല മരണം തരണമെന്ന് ഒറ്റ നിയത്ത്. ബക്കറ്റ് എന്തേപ്പോ? ബക്കറ്റ് ഇല്ലേപ്പോ? പടച്ചവനെ സാധാരണ സദസ്സുകളിൽ പോകുമ്പോ സ്കാനർ വരെ വെച്ച ബക്കറ്റാ വരാറ്. ഇവിടെ ഉണ്ടോ? സ്കാനർ ഇല്ലേ?
സാധാരണ ഒരു സദസ്സിൽ പോകുമ്പോ കാരണം പൈസ ഇല്ലെന്ന് പറയാൻ പറ്റൂല, ഗൂഗിൾ പേയുടെ കാര്യമാണല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചവനെ എനിക്കൊരു നല്ല മരണം താ അല്ലാഹ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കേണ്ടത്, കാരണം ഇപ്പൊ ഒരു പുതിയ രോഗം ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പടച്ചവന് ഇപ്പൊ പുതിയത് ഓരോ പുതുമയാ, ഓരോന്നിനും പുതിയ പുതിയ പേരുകളാ ഉണ്ടല്ലേ. ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം പിടിയ ബർക്കത്തിന് മൊത്തവും പിടിക്കണം നമ്മുടെ ആൾക്കാരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചോദിക്കുക. അപ്പൊ നല്ല പേര് തൂഫാൻ. പണ്ടൊരു തൂഫാൻ ഇറങ്ങി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. എന്തായാലും ആ പേര് നല്ല പേരാ. ബിസ്മില്ലാ. അപ്പൊ അൽഹംദുലില്ലാ ഒരിക്കലും നഷ്ടമാകില്ല. ഒരൊറ്റ ഉപദേശം, ഇതിനകത്ത് ഇട്ടിട്ട് രണ്ടാമത് എടുക്കാൻ പാടില്ല. നമ്മളെങ്ങനെയാണെന്നറിയോ, ബക്കറ്റ് മുമ്പിൽ വരുമ്പോ അകത്തിട്ടിട്ട് പടച്ചവന് 100 രൂപ ഇട്ടിട്ട് 90 ഇവൻ എടുക്കും, 10 അല്ലാഹ്ക്ക് കൊടുക്കും. ആ പരിപാടി ഇല്ല. ഉള്ളത് അൽഹംദുലില്ലാ നല്ല മനസ്സോടെ അല്ലാഹുവേ പടച്ചവനെ സദഖത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, മാരകമായ രോഗങ്ങളെ കരിച്ചു കളയുമെന്നാണ്, അപകടങ്ങളും ദുരന്തങ്ങളും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചവനെ നല്ല മനസ്സോടെ ഒരു സദക്ക എടുക്കൂ. അല്ലാഹുവേ കൊടുക്കുന്നത് വെറുതെയാകില്ല. പടച്ചവനെ ഉസ്താദ് അവരുടെ കയ്യിൽ ആരെന്ത് കൊടുത്താലും പടച്ചവനെ എവിടെ പോയാലും ഉസ്താദിന്റെ ജീവിതം അങ്ങനെയാണോ. തൃക്കരിപ്പൂര് മുനവ്വറിലാണെങ്കിലും ഉസ്താദിന്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സദക്ക കൊടുത്താലും അത് കൊണ്ടുവന്ന് എഴുതി വെക്കുമായിരുന്നു. ഉസ്താദ് എടുക്കാറില്ല. പടച്ചവനെ ഉസ്താദ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ചെറുതും വലുതുമായി ഓരോരുത്തരും അതാ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തത് കൊണ്ടാണ് ഈ മനോഹരമായി 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം എങ്ങനെ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ വലിയ മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു. പടച്ചവനെ ഈ നാടിന്റെ വെളിച്ചമായി ഈ വളർന്നു വരുന്ന യുവതലമുറ രക്ഷപ്പെടാൻ പടച്ചവനെ പെൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള മനോഹരമായ ഒരു സ്ഥാപനം ഇത് ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയതാണ്. ഈ കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണോ. ഇതൊന്നും വെറുതെയാകില്ല. നിങ്ങൾ കൊടുക്കുന്ന ഈ സദക്ക പടച്ചവനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനാണ്. ഈ പെൺമക്കള് പടച്ചവനെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമായി വഴിതെറ്റി പോകുന്ന പെൺകുട്ടികൾ പടച്ചവനെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് നയിക്കാറ്. ഒരു സ്ഥാപനം ഇവിടെ നടക്കുമ്പോൾ അതിലേക്കാണ് സഹോദരങ്ങളെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അത് നഷ്ടമാകില്ല, അത് നഷ്ടമാകില്ല. പെങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ മാരകമായി അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചവരെ അപകട മരണങ്ങൾ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണങ്ങളെ തൊട്ട് ഈ സദക്ക കൊടുക്കുന്നവരെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് കൊടുക്കുന്നത് വെറുതെയാകില്ല സഹോദരാ. നിങ്ങൾ പലരും കൊടുത്തവരാണ്, നിങ്ങൾ പലരും കൊടുത്തവരാണ്. ആ കൊടുത്തത് കൊണ്ടാണ് അൽഹംദുലില്ലാ ഇന്ന് സ്ഥാപനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ ഉസ്താദിനോട് വല്ലാത്ത സ്നേഹമുള്ളവർ, ഉസ്താദിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടവർ, ആ കൊടുത്തതൊക്കെയാണ് പടച്ചവനെ ഇന്ന് ഈ നാട്ടിലും ഈ സ്ഥലത്ത് കാണാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ല മരണം കെട്ടാ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ വെറുതെ കിട്ടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു ഇതുപോലെയുള്ള മനോഹരമായ ഒരു മരണം പടച്ചവരെ കൊതിക്കാറില്ല. പടച്ചവനെ കിലോമീറ്ററുകളോളം ഉസ്താദിന്റെ ജനാസ കാണാറ് ഈ നാട് ഇതുപോലെ ജനസാഗരമായ വേറെ ഒരു ദിവസമില്ലടോ. പടച്ചവനെ എത്ര പ്രാവശ്യമാണ് മയ്യത്ത് നിസ്കരിച്ചത്, അവസാനം നൃത്തം എന്ന് പറയുന്ന അവസ്ഥയെത്തിയില്ലേ. അല്ലാഹുവേ ഇതുപോലെ മനോഹരമായ ഒരു മരണം കൊതിക്കാത്ത ആരാവുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നല്ല മരണം വേണോ പെങ്ങളെ, നല്ല മരണം വേണോ. നല്ല മരണം കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച
ജീവിച്ച അല്ലാഹുവിനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറ്റാൻ പറ്റുമോ പെങ്ങള്? എല്ലാവരെയും ഇറക്കി വെക്ക്, എല്ലാവരെയും ഇറക്കി വെക്ക്. എന്നിട്ട് ആ ഹൃദയത്തിന്റെ അകത്ത് ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബ് പെങ്ങളെ നിന്റെ കണ്ണൊന്ന് നനഞ്ഞ ആ കണ്ണുനീര് തുടച്ചു തരുന്നവൻ അല്ലാഹുവാണ്. നിനക്ക് സർവ്വതും തരുന്നവൻ അല്ലാഹുവാണ്. ആ പടച്ച റബ്ബ് തീരുമാനിച്ചതല്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആ പടച്ച റബ്ബ് നിന്നെ ഒരിക്കലും കൈവിടൂല. ഭർത്താവ് കൈവിട്ടേക്കാം, മക്കള് കൈവിട്ടേക്കാം, കൂടപ്പിറപ്പ് കൈവിട്ടേക്കാം, കുടുംബക്കാര് കൈവിട്ടേക്കാം. പക്ഷേ ആര് കൈവിട്ടാലും അല്ലാഹു ഒരിക്കലും നിന്നെ കൈവിടൂല. ആര് കൈവിട്ടാലും അല്ലാഹു നിന്നെ കൈവിടൂല. നീ കരഞ്ഞാ ചിലപ്പോ നിന്റെ ഉമ്മയ്ക്ക് വേദനിക്കണമെന്നില്ല, വാപ്പയ്ക്ക് വേദനിക്കണമെന്നില്ല, മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ ഒരടിമയുടെ കണ്ണ് നിറഞ്ഞ അല്ലാഹുവിന് സങ്കടമാ പെണ്ണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഹൃദയത്തിന്റെ അകത്ത് കേറ്റിയാൽ അല്ലാഹുവിന് നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു സ്ഥാനം കൊടുത്താ അതാ കാബുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വരികയാണ്. പെങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് കാണുകയാ. അന്ന് നിനക്കും മലക്കുകളെ കാണാൻ പറ്റും പെങ്ങള്. ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. അന്ന് എല്ലാവരുടെ കണ്ണുകളും അല്ലാഹു തുറക്കുകയാണ്. മലക്കുകളെ കാണാൻ പറ്റുകയാണ്. കാണാൻ കഴിയാത്ത പല കാഴ്ചകളും കാണുകയാണ്. 70,000 വരുന്ന മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അവര് സലാം പറയുകയാ. അവര് സലാം പറഞ്ഞ് സ്വീകരിക്കുകയാ. പടച്ചവരെ മലക്കുകൾ കടന്നു വന്നിട്ട് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അതാ റൂഹ് പിടിക്കുന്ന സമയത്ത് മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ നീയൊന്ന് സങ്കടപ്പെടുമ്പോ, നീയൊന്ന് കരയുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, എന്തിനാടാ സിറാജേ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാ നീ ദുഃഖിക്കുന്നത്? നീ വിഷമിക്കല്ലേ, നീ സങ്കടപ്പെടല്ലേ, നീ എന്തിനാ കരയല്ലേ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. പടച്ചവനെ, എന്നിട്ട് അത് മാത്രമല്ല സ്വർഗം എടുത്തിങ്ങനെ കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം. ഇതിനു വേണ്ടിയല്ലേ ജീവിച്ചത്, ഇതിനു വേണ്ടിയല്ലേ ദുആ ചെയ്തത്. ഇതാണടാ സ്വർഗമെന്ന് കാണിച്ചു തരികയാണ്. വാപ്പാ, അല്ലാഹുവേ, മലക്കുകൾ നിന്റെ ചാരത്ത് നിൽക്കുകയാണ്. മലക്കുകൾ നിന്റെ ചാരത്ത് നിൽക്കുകയാണ്. ആ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളെ പറയുകയാ, പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്
പറഞ്ഞു തരുന്നത് മക്കളല്ല വാപ്പാ, കൂടെ പറപ്പല്ല വാപ്പാ, ഭർത്താവല്ല പെങ്ങള്, മാതാപിതാക്കളല്ല പെങ്ങള്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലമുടയുടെ ഭാഗത്ത് നിന്നിട്ട്, അള്ളാന്റെ മലക്കുകൾ നിന്റെ ശരീരത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, പറയാല ഇലാഹ ഇല്ലല്ലാഹ്. വെറുതെ പറഞ്ഞതല്ല, സിറാജ് കൊതിപ്പിക്കാൻ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. മലക്കുകൾ അവിടെന്ന് പറയും, ഞങ്ങൾ ആരാണെന്നറിയോ, ഞങ്ങൾ ആരാണെന്നറിയോ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ ഞങ്ങള്. പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സകാദത്ത് കലിമ അവിടെന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് മലക്കുകൾ പറയുകയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് നിന്റെ റൂഹിനെ പൊതിയാനുള്ളതാ, ഇത് നിന്റെ റൂഹിനെ പൊതിയാനുള്ളതാ. പടച്ചവരേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മലക്കുകളെ സ്വാഗതം പറയുന്ന ഒരു മരണം വേണ്ടേ പെങ്ങള്? അങ്ങനെയുള്ള ഒരു മരണം വേണമെങ്കിൽ ഒരേ ഒരു നന്മ ചെയ്യ്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹനെ കേറ്റ്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹന് സ്ഥാനം കൊടുക്ക്. അല്ലാഹ് കേറിയാ നീ രക്ഷപ്പെടും പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, വഅദ് പറയുന്ന ഉസ്താദന്മാർക്ക് നിങ്ങളോട് ഒരാളോടും വെറുപ്പില്ല പെങ്ങള്, നിങ്ങളോട് ഒരാളോടും ദേഷ്യമില്ല പെങ്ങള്. പിന്നെ എന്തുകൊണ്ടാണ് ഉസ്താദന്മാര് നിങ്ങളോട് പറയുമ്പോൾ ഇത്തിരി അമിതമായി പറയുന്നത്, ഇത്തിരി അമിതമായി പറയുന്നത്? നിങ്ങൾ നന്നായേ പറ്റൂ, നിങ്ങൾ നന്നാകണം. പെണ്ണ് നന്നായാൽ, പെണ്ണ് നന്നായാൽ എല്ലാം നന്നായി. പെണ്ണിന്റെ പ്രിയപ്പെട്ടവര്, അൽഹംദുലില്ലാഹ്, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാ. പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾക്കൊക്കെ നിങ്ങളോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്ന്. ഒരിക്കലും ഇല്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ലത് ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, അൽഹംദുലില്ലാഹ്, ഇവിടെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എത്ര വിദ്യാർത്ഥികളുണ്ട് ഇപ്പൊ ഇവിടെ? ഇവിടെ നിന്ന് 100ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി. ഇപ്പൊ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 140ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു എല്ലാരെയും നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ആമീൻ പറ. നീ വിചാരിക്കും, ഉസ്താദ് ഇനി എന്റെ പെണ്ണുമ്പിള്ള നന്നായിട്ട് എന്ത് കിട്ടാനാന്ന് അല്ലേ? ആക്കാ, നീ മാത്രം നന്നായിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മാത്രം നന്നായിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ നന്നായിട്ട് കാര്യമില്ല. നമ്മുടെ പെണ്ണുമ്പിള്ള കൂടെ നന്നാകണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹിനെ പേടിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ? എടോ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നമ്മൾ ചരിത്രം പഠിക്കണം. ബോറടിക്കുന്നുണ്ടോ? നിർത്താറായോ? 11:30 ആയതല്ലേ ഉള്ളൂ. വാചി നോക്കുന്നുണ്ടല്ലോ. നിർത്താറായോ? ഒറ്റ ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പറയണോ നിർത്തണോ? ഇത് ചുമ തുടങ്ങി. പറയണോ നിർത്തണോ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ ഫാനൊന്നു ഞാൻ ഇരുന്നോട്ടെ. ഇപ്പൊ ഇരുന്നോട്ടെ. ഒന്നാമത് എനിക്ക് സുഖമില്ലായിരുന്നു. ഡോക്ടർമാര് സർജറി ഒക്കെ പറഞ്ഞു, കൂടുതൽ നിൽക്കാനും നടക്കാനും ഒന്നും കഴിയണില്ല. അതിനിടെ ഹജ്ജിനും കൂടെ പോയി. ഹജ്ജെന്ന് പറഞ്ഞാൽ പടച്ചവനെ നടത്തുവാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കിലോമീറ്ററുകൾ നടക്കണ്ടേ. അള്ളാഹു ശാരീരികമായിട്ട് ഇത്തിരി പ്രയാസങ്ങളുണ്ട്. അള്ളാഹു രോഗങ്ങളൊക്കെ ശുഭ നൽകുമാറാകട്ടെ. ഇരുന്നോട്ടെ. നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഇരുന്നോട്ടെ. പച്ച മലയാളത്തിൽ പറഞ്ഞ ആ തലതിരിഞ്ഞ മകൻ വാപ്പാനോട് പറയുന്നു, വാപ്പ വാപ്പാടെ പണി നോക്കിക്കോ, വെള്ളപ്പൊക്കം ഉണ്ടായ ആ മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും. സുബ്ഹാനല്ലാഹ്. തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് ആ മോൻ ചത്തുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ മകനാ.
രണ്ടാമത്തെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം. ആ പ്രവാചകനും ദഅവത്ത് നബിയ. പക്ഷെ ഭാര്യക്ക് അള്ളാഹുവിനെ വിശ്വാസമില്ലായിരുന്നു. മക്കളും തലതിരിഞ്ഞു പോയി. ഇതിന്ന് എന്ത് മനസ്സിലായി? അതുകൊണ്ട് ആ ഭാര്യമാര് നന്നാകണം, നമ്മളും നന്നാകണം, നമ്മുടെ ഭാര്യമാര് നന്നാകണം. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും. അവളുടെ ഭർത്താവ് നല്ല നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. നല്ല ഉമ്മമാരുടെ, അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിൽ നല്ല മക്കൾ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരോട് പറയുന്ന, എടാ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കിടന്ന് കറങ്ങുന്നതിനെ ഒന്നും കെട്ടാൻ നിൽക്കാതെ എടാ നല്ല ദീനുള്ളതിനെ കെട്ടാൻ പറയണ. അതുകൊണ്ടാ ദീനുള്ളതിനെ കെട്ട്. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുണ്ടോന്നാ നോക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റീലുണ്ടെന്ന്. ഇന്നലെ എങ്ങാണ്ട പഠിച്ചോനെ ഒരു മരണം നിങ്ങളുടെ കാസർഗോഡ് കണ്ടപ്പല്ല ഉസ്താൻ ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ദീനുള്ളതിനെ കെട്ടാൻ. പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുള്ളതിനെ കെട്ടാൻ. ഈ ദീനുള്ളതിനെ കെട്ടിയാലുള്ള പ്രയോജനം എന്താ? ഞാൻ നിർത്താ. ദീനുള്ളതിനെ കെട്ടിയാലുള്ള പ്രയോജനം, എടാ ഈ പഠിച്ച നല്ല അറിവുള്ളവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ വേണം വിവാഹം കഴിക്കാൻ. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ദീനുള്ളതിനെ കെട്ടണം. ദീനുള്ളതിനെ കെട്ടിയാൽ കുടുംബം റാഹത്തായി. അല്ലാഹു നമ്മുടെ കുടുംബം അങ്ങനെ ആക്കി തെരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് ഉമർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. രാത്രി ഇറങ്ങി നടക്കും. നമ്മുടെ ഭരണാധികാരിയെ പോലെയൊന്നുമല്ല ഉമർ തങ്ങൾ. വല്ലാത്ത ടെൻഷനാ. അള്ളാഹുടെ മുമ്പിൽ കണക്ക് പറയണം. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നു. ഇങ്ങനെ ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്ന് അവസാനം വെളുപ്പാങ്കാല സമയം ആകാറായി. ഉമർ തങ്ങൾ ഇങ്ങനെ തിരിച്ചു പള്ളിയിലേക്ക് പോവാ. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഒരു വീടിന്റെ അകത്ത് വല്ലാതെ വഴക്ക് നടക്കുന്നു. വഴക്കാരൊക്കെ ഉമ്മായും മോളും തമ്മിൽ വല്ലാത്ത വഴക്ക്. ഇന്ന് വീട്ടിനകത്ത് വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാലത്തിനാ. 19 വയസ്സുകാരൻ 45കാരിയെ കെട്ടുന്ന കാലവാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അത് 5 പറ്റുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രേമത്തിന് കണ്ണും കാലും ഇല്ലാന്ന് ഇപ്പോഴാ മനസ്സിലാവണേ. പണ്ടൊക്കെ എല്ലാരും പറയാം അതിന് കണ്ണും കാലൊന്നും. ഇപ്പൊ എല്ലാം ഉണ്ട്. നാലുശേക്ക് ഉമ്മാന്ന് വിളിക്കണം. സ്വന്തം അമ്മയെ കെട്ടിയവനും ഉണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മാടെ അനിയത്തിയെ കെട്ടിയവനെ നമുക്കറിയാം. ചിരിക്കുന്നു, അവരാരി ചിരിക്കുന്നു. ഉമ്മാടെ അനിയത്തി എന്ന് പറഞ്ഞ ആരാടോ എന്നരച്ചയ്ക്ക്. കാലിപ്പ അങ്ങനെ ആയി. ചിരിക്കൊന്നും വേണ്ട. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയുടെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകം താമസിച്ചു. സഹായം ചെയ്തു കൊടുത്തത് +1 പഠിക്കുന്ന സഹോദരിയ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ എന്താ അത്ഭുതത്തോടെ ഇരിക്കണേ? സ്വന്തം അനിയത്തി 9ാം ക്ലാസ്സിൽ പഠിക്കണ അനിയത്തിയുടെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകം താമസിച്ചു. ഹെൽപ്പ് ചെയ്തതാരാ? സ്വന്തം താത്ത. നാളെ രാവിലെ പത്രത്തിൽ കാണാം 16കാരിയെ പീഡിപ്പിച്ച പെണ്ണിന്റെ കഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. എവിടെത്തി നിൽക്കുന്നു? സുബ്ഹാനല്ലാഹ്. ഇതപ്പ ഞാൻ പറഞ്ഞേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ പോകുമ്പോ മോളും ഉമ്മായും കൂടെ നല്ല വഴക്ക്. എന്താപ്പാ വഴക്ക് എന്താന്ന് അറിയണമല്ലോ. ഉമർ തങ്ങൾ ഒന്ന് നിന്നു. ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മ മകളോട് പറയുന്നുണ്ട്, പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ. കാമുകന് വേണ്ടിയുള്ളതല്ലായിരുന്നില്ല, പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ. അപ്പൊ മോൾ ഉമ്മച്ചിയോട് പറയുന്നു, ഇത് ചതിയാ, ഇത് പാപവാ. ഞാൻ ചെയ്യൂല ഉമ്മ, ഇത് തെറ്റാ ഉമ്മ. പാലിന്റെ അകത്ത് വെള്ളം കലർത്തിയിട്ട് കൊടുക്കുന്നത് തെറ്റാണ്, അത് വഞ്ചനയാ, ഞാൻ ചെയ്യൂല. ഉമ്മ ഉടനെ പറയാ, ബാക്കിയൊക്കെ വയലൊക്കെ പിന്നെ പറയാം. പൊടിക്ക് വെള്ളം വയലൊക്കെ നമുക്ക് പിന്നെ പറയാം. നിന്നോട് ഞാൻ പറയുന്നത് കേക്ക്, നീ പാലിന്റെ അകത്ത് വെള്ളമൊഴിക്ക്. ഈ മോൾ ഉമ്മാനോട് പറയുന്നുണ്ട്, ഉമ്മച്ചി രാജ്യം ഭരിക്കുന്നത് ഉമറാ. ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യത്തിന്റെ ഭരണാധികാരി. ഞാൻ ഈ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മൾ 2 വെറുതെ വിടൂല, ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമ്മ ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്, ഉമർ നീ പാലി വെള്ളം ഒഴിക്കുന്നത് കാണാനിരിക്കും, ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങാ. ഉമർ നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാ. ഖലീഫ ഇപ്പൊ വന്നിട്ട് നീ പാലി വെള്ളം ഒഴിക്കാൻ അറിയാൻ നിക്ക? ഉമർ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ, നീ പാലിൽ വെള്ളമൊഴിക്ക്. ഉമ്മ രണ്ടാമതും തന്റെ പൊന്നാര മകളെ നിർബന്ധിക്കുമ്പോ ആ മകൾ ഉമ്മാനോട് 3ാമത് ചോദിച്ച ചോദ്യം, ഉമ്മച്ചി ഉമർ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ഉമ്മ. ഉമർ കാണുന്നില്ല, ഖലീഫ ഉമർ അറിയുന്നില്ല, പക്ഷെ അല്ല അറിയുന്നുണ്ട്, അല്ല കാണുന്നുണ്ട്, ഞാൻ വെള്ളം ഒഴിക്കൂല. പടച്ചവനെ ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് ആ മറുപടി കേട്ടപ്പോ
വീട്ടിൽ നേരെ പള്ളിയിൽ പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണ് ആരാന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ. ഇന്ന വീട്ടിൽ പോയിട്ടൊരു പെൺകുട്ടിയുണ്ട്, അവൾ ആരാന്ന് അന്വേഷിച്ചിട്ട് വരണം. ഒരാളെ ഉമർ നിങ്ങൾ പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോ ഒരു യതീമായ ഒരു പെൺകുട്ടിയാ. വാപ്പ ഇല്ല, മരണപ്പെട്ടു പോയി. ഉമ്മയും മുകളും മാത്രമേ ഉള്ളൂ. ഈ ഉമ്മയും നല്ല ഉമ്മയാ, മോശക്കാരിയൊന്നുമല്ല. പാലിന് വെള്ളമൊഴിക്കാൻ പറഞ്ഞ കഥ വരാനുള്ള കാരണം, ആ വീട്ടിലാകെ വരുമാനം ഒരു ഒട്ടകമാ. ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ടാ ഇവര് ജീവിക്കണേ. ആഴ്ചകളായിട്ട് ഒട്ടകത്തിന്റെ പാലില്ലാത്തത് കാരണം വീട്ടിൽ പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടിയ. 2 ആഴ്ചകളായി വീട് പട്ടിണിയാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു അല്പം പാല് കിട്ടി. അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു, ആ പാലിന്റെ അകത്ത് ഇത്തിരി വെള്ളം ഒഴിക്കാൻ. ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് ആ മോള് പറയുന്നത്, പാപമാ, വഞ്ചനയാ, അള്ള കാണുന്നുണ്ട്. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. നേരെ വീട്ടിൽ പോയി 2 ആമക്കളെയും വിളിച്ചിങ്ങ് വാടാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. വീട്ടിൽ ചെന്നിട്ട് ആമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഒരു പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്, യതീമ, പാവവ, ഒന്നുമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഉമർ തങ്ങൾ തന്റെ മക്കളെ വിളിച്ചിട്ട് പറയാ, വാപ്പയായി എനിക്ക് ആ മോളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പ്രായമായത് കൊണ്ട് പറ്റൂല. മക്കളെ, അവർക്ക് പണമില്ലെങ്കിലും വലിയ കുടുംബ മഹിമയൊന്നുമില്ലെങ്കിലും മക്കളെ, അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ള ഉണ്ടടാ, ദീനുണ്ടടാ, ആരാടാ കിട്ടുന്നേ? 2 മക്കളോടും ചോദിച്ചു. ആ പെണ്ണ് അള്ളാനെ പേടിയുള്ളതാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു വാക്കു പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ആ ഉമർ തങ്ങൾ തന്റെ മക്കളോട് പറഞ്ഞ ഒറ്റ വാചകം, ദീനുണ്ട്, അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയുണ്ട്, ആരാ കെട്ടുന്നേ? ഉമർ തങ്ങളുടെ മൂത്ത മകൻ പറഞ്ഞു, ഞാൻ റെഡിയാവപ്പ. ദീനുണ്ടോ, അള്ള ഉണ്ടോ, എനിക്ക് വേണം അവളെ.